ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. അജൂസ് വേൾഡ്. 6 ജ്യേഷ്ഠാനിയന്മാർ ഒരു കോമ്പൗണ്ടിൽ വളരെ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന അപൂർവ കാഴ്ച. അയാളുടെ വീഡിയോകളിലൂടെ തന്നെയാണ് നമ്മൾക്ക് പരിചിതം. അജൂസ് വേൾഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു 5-6 വർഷമായിട്ട് യൂട്യൂബ് രംഗത്തുണ്ട്. വളരെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നു. ആദ്യമൊക്കെ കുക്കിംഗ് വ്ളോഗായിരുന്നു, പിന്നെ വ്ളോഗിംഗ് ആയി. ഭാര്യയും മകനും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ, ചില സമയത്ത് ജ്യേഷ്ഠന്മാർ ഉൾപ്പെടെയുള്ള അവരുടെ ജോയിൻറ്റ് ഫാമിലി. അപ്പോൾ വളരെ ഒത്തൊരുമയുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് വളരെ നല്ല പേരോടുകൂടി തന്നെയാണ് ആ ചാനൽ ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഈയിടെയായിട്ട് അയാളുടെ വേറൊരു സഹോദരൻ്റെ വൈഫ് ഒരു 2 വർഷം മുമ്പ് വേറൊരു ചാനൽ തുടങ്ങുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല കൃഷിയിൽ താല്പര്യമുള്ളവരായതുകൊണ്ട് തന്നെ പ്രകൃതിരമണീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അവരിലൂടെ ആ ചാനൽ നന്നായി വളരുന്നു. അങ്ങനെ ഇവരുടെ ഇടയിൽ ചെറിയ രീതിയിൽ പിണക്കമുണ്ടെന്ന് നമ്മൾ അറിയുന്നത് ഈ ജ്യേഷ്ഠൻ്റെ വൈഫ് ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെയാണ്. അതായത്, ഞാനൊരു യൂട്യൂബർ ആവുന്നത് എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും ഇഷ്ടമില്ല. അവരുടെയൊക്കെ എതിർപ്പിനെ ത്രിവൽഗണിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഒരേ ഒരു സപ്പോർട്ടിലാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഒരു പക്ഷേ എൻ്റെ ചാനൽ നിന്ന് പോയേക്കാം. അപ്പം നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ത്യാഗം ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ അവർ കരഞ്ഞുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് അജൂസ് വേൾഡും ഈ ജ്യേഷ്ഠനും തമ്മിൽ, അല്ലെങ്കിൽ ഇവർ യൂട്യൂബ് തുടങ്ങിയത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നമ്മളുടെ പലർക്കും മനസ്സിലാവുന്നത്. ഒരേ തൊഴിൽ ചെയ്യുന്ന ഒരു കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള നീരസം അത്രമാത്രം. ഇവർ തമ്മിലുള്ള പിണക്കം സ്വാഭാവികമായിട്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ ഒരു 2 തരം ഗ്രൂപ്പുകൾ, അതായത് വളരെ യോജിപ്പോടുകൂടിയിരുന്ന 6 ജ്യേഷ്ഠാനിയന്മാരിൽ 2 ഗ്രൂപ്പായിട്ട് തിരിയേണ്ട ഒരവസ്ഥ വന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു ഗ്രൂപ്പായിട്ടും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പായിട്ടും. ഇവരുടെ ഇടയിലുള്ള ഈ പിണക്കം ചെറിയ ചെറിയ രീതിയിൽ അങ്ങനെ വളർന്നു. ഇവരുടെ ഇടയിൽ ഒരു പൊതു ഘടകം ഉണ്ടാവുകയാണ്. അതൊരു പട്ടിയാണ്. ഇവരെ സ്ട്രേ ഡോഗ്സിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ള ആളുകളാണ്. അത് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാതെ വളർത്താം എന്നുള്ളതും, രണ്ടാമത് അവരുടെ ജീവനും സ്വത്തിനുള്ള സംരക്ഷണം എന്നുള്ള നിലയ്ക്കുമാണ് അവർ ഈ തെരുവ് നായ്ക്കളെ വളർത്താൻ തുടങ്ങുന്നത്. അതിലൊരു പട്ടി, പെൺപട്ടി, അതായത് പേളി. അത് ശരിക്കും അജൂസ് വേൾഡിലെ അജുവാണ് അതിൻ്റെ ഉടമസ്ഥൻ. പക്ഷേ അത് അവർ കെട്ടിയിടുന്നത് കാരണം അതിനത് അവിടെ ഇഷ്ടമില്ലാതെ ഇപ്പുറത്ത് ചെന്ന് ഇണങ്ങുകയാണ്. സ്വാഭാവികമായിട്ട് അത് ഗർഭിണിയാകുമ്പോൾ അതിന് പ്രസവിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടം എന്നുള്ള നിലയിൽ അപ്പുറത്ത് പോയിട്ട് അതൊരു 6 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഈ യൂട്യൂബേഴ്സിൻ്റെ കണ്ടൻറ്റ് ക്ഷാമം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഈ പട്ടികളെ കണ്ടൻ്റ് ആക്കിയിട്ട് അപ്പുറത്തുനിന്ന് വീഡിയോ ഇടുന്നു. അവർക്ക് നല്ല വ്യൂ കിട്ടുന്നു. പിന്നെ അങ്ങനെ എളുപ്പത്തിലൊന്നല്ല കേട്ടോ അവർ ആ വീഡിയോ ഇടുന്നത്. ആ പേളി എന്ന് പറഞ്ഞ പട്ടിയെ സ്റ്റെറിലൈസ് ചെയ്ത് അവരെ എടുത്ത് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന 2-3 പ്രാവശ്യം കാറിൽ കൊണ്ടുവരിക മൃഗാസ്പത്രിയിലാണ്. അതൊരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ അതിന് റെസ്റ്റ് വേണം, അത് അനങ്ങാൻ പാടില്ല. വളരെ കെയർ ചെയ്തിട്ടാണ് അവരെ പട്ടികളെ. ഇനി 6 കുട്ടികളിൽ ഒരു പെൺപട്ടിക്കുട്ടി ഉള്ളത് കൊണ്ട് അതിനെയും സ്റ്റെറിലൈസ് ചെയ്യുന്നു. മറ്റ് 5 പട്ടികളെയും സ്റ്റെറിലൈസ് ചെയ്യുന്നു, വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇതിനൊക്കെ എടുക്കുന്ന സ്ട്രെയിൻ, പിന്നെ പ്രത്യേകിച്ച് ഒരു 6-7 പട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ചുമതല. ഒരു വീട്ടമ്മ രാവിലെ എണീറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് ക്ഷീണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ 6-7 പട്ടിക്ക് ആ വീട്ടമ്മ, സ്മിത എന്ന് പറഞ്ഞ വീട്ടമ്മ ചെയ്യുന്ന ആ ഒരു ത്യാഗം ഉണ്ടല്ലോ. ഇത്രയും അധികം ഭക്ഷണം ഇവർക്ക് വേണ്ടി ഒരുക്കുന്നു. ഇവർ കുഞ്ഞുങ്ങളെ പോലെയാണ് ട്രീറ്റ് ചെയ്യണത്. അവർക്ക് വേണ്ടി ഫാൻ ഇട്ട് കൊടുക്കുന്നു. ഇതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പട്ടിക്കൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയല്ല. അവരതിനെ അവരുടെ ഒരു ഉപജീവനത്തിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് കൊടുക്കുന്ന ഒരു സാധനം എന്നുള്ള നിലയിൽ മാത്രമല്ല, അവരുടെ ഉള്ളിലുള്ള സ്നേഹം, അവരുടെ സ്വന്തം മക്കളെ പോലെ അവരത് വളർത്തുന്നു. അതവർ വീഡിയോ പിടിച്ച് കാണിക്കുന്നു. ഇപ്പുറത്തുള്ളവർക്ക് സ്വാഭാവികമായിട്ട് അസഹിഷ്ണുത ഉണ്ടാവാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരേ തൊഴിൽ ചെയ്യുന്നതിൻ്റെ നീരസം അവരുടെ ഇടയിൽ ഓൾറെഡി ഉണ്ടായിരിക്കെ ഇവരുടെ പട്ടിയെ അവർ പ്രസവിപ്പിച്ചിട്ട് അവരുടെ വീഡിയോയിൽ നിറയെ കണ്ടൻ്റാക്കി അതിനെ പ്രദർശിപ്പിക്കുമ്പോൾ ഇവർ വെറുതെ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പലരും അജൂസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ സ്നേഹം മനസ്സിലായി. അതായത് പേളിയെ അവർ അപ്പുറത്ത് വളരെയധികം കെയർ ചെയ്ത് അതിൻ്റെ മെഡിക്കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ പൊന്നുപോലെ നോക്കുമ്പോൾ നിങ്ങൾ ആ പട്ടീനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അതിനൊന്നും കാണാൻ പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ പട്ടിക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അപ്പുറത്തുനിന്ന് പോയത് എന്ന്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അതിന് സ്നേഹം കിട്ടാതെയല്ല. ഞങ്ങൾ ഓൾറെഡി വീഡിയോകൾ ചെയ്യുമ്പോൾ സൈഡിൽ എല്ലാ പട്ടികളും ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ പട്ടികളെ ഫോക്കസ് ചെയ്യാറില്ല.
ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അജു കൺട്രോൾ വിട്ട് സംസാരിക്കുന്നുണ്ട് ഈ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോയിൽ. എനിക്ക് വേണമെങ്കിൽ അത് എൻ്റെ പട്ടിയാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചെന്ന് സംസാരിക്കാൻ അറിയാതെയല്ല, പിന്നെ ഞാൻ ഈ പട്ടി പ്രശ്നത്തിൻ്റെ പിന്നാലെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അജുവിൻ്റെ വൈഫ് പറയുന്നുണ്ട്, എല്ലാവരും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുന്നത് അജുവിൻ്റെ വൈഫിനെ, അവരാണ് ഇവിടുത്തെ വില്ലത്തി, ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം അവരാണ്, അവർ ഭയങ്കര സാധനമാണ് എന്നുള്ള മട്ടിലൊക്കെ പല അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുമ്പോൾ അജുവിൻ്റെ വൈഫ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഫേക്ക് പേഴ്സണാലിറ്റി ഇല്ല, മറ്റുള്ളവരുടെ പോലെ ഫേക്കായിട്ട് നല്ലവളായിട്ട് അഭിനയിച്ച് കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ല, എൻ്റെ കൃത്യമായിട്ടുള്ള സ്വഭാവം ഇതുപോലെയാണ്. വേറെ ചിലവർ സ്വന്തം സ്വഭാവം പുറത്ത് കാണിക്കാൻ പറ്റാത്ത സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് നമ്മളുടെ ഇടയിൽ വരുന്നത്. അപ്പോൾ അത് വേറെ ചിലവരെന്ന് പറഞ്ഞാൽ അതാരാണെന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ ഒരു പട്ടി പ്രശ്നത്തിൽ ഇവരുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബാണ്. അതിൽ തന്നെ നീരസം കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു പട്ടി പ്രശ്നം കൂടി വന്നപ്പോൾ, അതായത് 6 വർഷമായിട്ടുള്ള ഇവരുടെ ചാനലിൻ്റെ ഒപ്പം തന്നെ മറ്റേ ചാനൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വളരുമ്പോൾ ഉണ്ടാവുന്ന മനുഷ്യസഹജമായിട്ടുള്ള അസഹിഷ്ണുത ഒരു വശത്ത്, മറുവശത്ത് ജ്യേഷ്ഠാനിയന്മാർ തമ്മിലുള്ള ആ നീരസം കൂടി വരാനായിട്ട് അടിയിൽ കമൻറ്റുകൾ, ആ കമൻറ്റുകളെ ഇവർ വീണ്ടും ക്വസ്റ്റ്യൻ ആൻസർ സെഷനായിട്ട് ഉപയോഗിച്ചിട്ട് അതിലൂടെ ഇവരും മാക്സിമം അവരെ കൊള്ളിച്ച് പറയുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ പ്രകടമായ നീരസം പുറത്തേക്ക് അധികം പ്രകടിപ്പിക്കുന്ന ആളുകളല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊരു കോമ്പൗണ്ടിൽ ജീവിക്കുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര നീരസം ഉണ്ടെങ്കിലും അതൊന്നും പബ്ലിക് മീഡിയയിൽ അവരധികം വന്ന് ഓപ്പൺ അപ്പ് ആയിട്ടില്ല. ചില വീഡിയോകളിൽ എന്തോ അവർ പറഞ്ഞിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം വെട്ടി തുറന്ന് പറയുന്ന ആളുകളായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ അവർക്ക് പലപ്പോഴും പലതും തുറന്നു പറയേണ്ടി വരികയാണ്. അത്രമാത്രം ചോദ്യങ്ങളാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ കൊണ്ടുവന്ന പട്ടി, എൻ്റെ വീട്ടിൽ വളർന്നിരുന്ന പട്ടി, അപ്പുറത്ത് കൂടുതൽ സ്നേഹം കണ്ടു അങ്ങോട്ട് പോയി എന്ന് പറയുന്നത് ഇപ്പുറത്തുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അസഹനീയമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവരും പട്ടിയെ വളർത്തുന്നതാണ്. പിന്നെ ഏത് മൃഗത്തിനെ ആയാലും വളർത്തുന്നത് സ്നേഹം എന്നുള്ള ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇവർ പട്ടിയെ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് വളർത്തുന്നത്. അതിനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനോ അല്ലെങ്കിൽ ഭക്ഷണം അടുത്ത് ചെന്ന് തലോടി കൊടുക്കാനോ പാമ്പർ ചെയ്യാനോ ഒന്നും ഇവരെ ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവരാ പട്ടിയെ സ്വന്തം കുട്ടികളുടെ പോലെയാണ് പരിപാലിക്കുന്നത്. അവർക്ക് വേണ്ട പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം, മരുന്ന്, വേണ്ട രീതിയിൽ ഇഞ്ചക്ഷൻ. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുക, ഇത്രയും വലിയ പട്ടിക്കുട്ടികളാണ്, അവയെ എടുത്തു കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ വീണ്ടും എടുത്ത് കൂട്ടിലാക്കുക, അവയെ സൂക്ഷിക്കുക, ഈ പോസ്റ്റ് ഓപ്പറേഷൻ കെയർ കൊടുക്കുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണ മനുഷ്യന് സാധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു 100 പണിക്കാരെ വെച്ചിട്ട് പോലും ആ പട്ടികളെ നോക്കേണ്ട ആവശ്യകതയുള്ളിടത്ത് ആ സ്ത്രീയാണ് മാക്സിമം സ്മിത, അവരുടെ ആ ഒരു ത്യാഗ മനോഭാവം നമ്മൾക്ക് മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആ പട്ടികളോട് അവർ കാണിക്കുന്ന സ്നേഹം, ആ പട്ടികൾ അവരോട് റിയാക്ട് ചെയ്യുന്ന രീതി, അത് അവരെപ്പോഴും അവരുടെ സ്നേഹം അതിനെ തലോടിയും ആശ്ലേഷിച്ചും എക്സ്പ്രസ് ചെയ്യുന്നു. എക്സ്പ്രസ് ചെയ്യാത്ത സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യനായാലും പട്ടിക്കായാലും വേണ്ട എന്നുള്ളതാണ്. മൃഗങ്ങളോടുള്ള സ്നേഹം അവയെ തലോടിയും തൊട്ടും ഉമ്മ വെച്ചും കാണിക്കുന്നു. അപ്പുറത്ത് ഒരു അറപ്പോട് കൂടി തന്നെ ഒരു അകൽച്ചയോടുകൂടി, എന്നാൽ ഈ പട്ടികളുടെ ഉപയോഗം അവർക്ക് വേണം താനും. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചില മുറുമുറുക്കലുകൾ. എന്തായാലും ജ്യേഷ്ഠാനിയന്മാരുടെ സ്നേഹം ഈ പട്ടി മൂലവും ചാനൽ മൂലവും ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇല്ലാതെയായി തീരുന്നൊരു കാഴ്ച. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവർ യോജിക്കുന്ന ഒരു സമയം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ സ്വന്തം തീരുമാനമാണ്. പിന്നെ ഏറ്റവും പ്രധാനം, ഈ കമൻറ്റുകളുടെ താഴെയൊക്കെ ഇവർ ലവ് ചിഹ്നം കൊടുത്തിരിക്കുന്നു. ഏതോ ഒരു സ്ത്രീ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ സ്ത്രീ അവിടെ കാട്ടിക്കൂട്ടുകയാണ്, ആ വലിയ പട്ടീനെയൊക്കെ എടുത്തുകൊണ്ട് നടന്ന് ഗോഷ്ഠി കാണിക്കണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവർ മനഃപൂർവ്വം പ്രഹസനം കാണിക്കുകയാണ്. ഇത് ഈ പട്ടീനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് അവർ ചാനലിൽ ഇപ്പം എല്ലാം ചെയ്യണത്. കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരണം അങ്ങനെ. അപ്പോൾ ആ ഒരു കമൻറ്റിന് അടിയിൽ ഇവർ ഒരുപാട് ലവ് കൊടുത്തിരിക്കുന്നു. ആര്? അജൂസ് വേൾഡിൻ്റെ ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും പരസ്യമായിട്ട് തന്നെ അവർ രോഷം പ്രകടിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.